സമ്മതപത്രം നൽകിയിട്ടില്ലാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക പിടിക്കില്ലെന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ 5 ദിവസത്തെ വേതനം നൽകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. മാനസ ചേരുന്നു. മാനസ, വയനാടിനെ സഹായിക്കുന്നതിന് വിവിധ സർക്കാർ സംഘടനകൾ കൈമൈ മറന്ന് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രതിപക്ഷ സംഘടനകൾ പോലും ഇക്കാര്യത്തിൽ എതിര് നിന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴിങ്ങനെ ഒരു വിഷയം ഉയർന്നു വരാനുള്ള സാഹചര്യം എന്താണ്? സർക്കാരിൻ്റെ വിശദീകരണം എന്താണ്? തീർച്ചയായും ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ദുരന്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ 5 ദിവസത്തെ വേതനം നൽകണമെന്നായിരുന്നു സർക്കാരിന്റെ അഭ്യർത്ഥന. എന്നാൽ ഈ CMDRFിലേക്ക് സമ്മതപത്രം നൽകാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് തുക പിടിക്കില്ലെന്നാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ സമ്മതപത്രം നൽകാത്തവർക്ക് PF ലോൺ അപേക്ഷ നൽകുന്നതിനും പാർട്ടിയിൽ നിലവിൽ ഉണ്ടാവില്ല എന്നും അദ്ദേഹം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൈമൈ മറന്നാണ് എല്ലാ സംഘടനകളും, സർക്കാർ സംഘടനകളും അതോടൊപ്പം തന്നെ സാധാരണ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഈ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ഒറ്റക്കെട്ടായി നിന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളും ഇതിൽ ഒറ്റക്കെട്ടായി തന്നെ കൂടെ നിന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു 5 ദിവസത്തെ ശമ്പളം ജീവനക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെക്കണമെന്ന അഭ്യർത്ഥനയും ഉണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ സമ്മതപത്രം നൽകാത്തവരിൽ നിന്നും ശമ്പളം പിടിക്കില്ല എന്ന അറിയിപ്പാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ അല്പസമയം മുൻപ് അറിയിച്ചിരിക്കുന്നത്.